ഇറാനെതിരെ US ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി മുൻ കോൺഗ്രസ് അംഗം മജൂരി ടൈലർ ഗ്രീൻ. നിർണായക യുദ്ധകാര്യ സമിതികളിൽ ഇക്കാര്യം ചർച്ചയായതായി അവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നേരത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച നേതാവാണ് മജൂരി ടൈലർ ഗ്രീൻ. വിശദാംശങ്ങൾ നൽകാൻ ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ തയ്യാറാണ്. ഐസൺ, ഈ മജൂരി പറയുന്നത് എത്രത്തോളം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുമെന്നതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം ഒന്ന്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ആ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച വ്യക്തിയാണ്. അതോ ഇവർ പറയുന്നത് പോലെ US അങ്ങനെ ഒരു വലിയ ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന കാര്യം, അതിനെന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ ഈ പ്രസ്താവനയ്ക്കകത്ത്? ഗൗതം, തീർച്ചയായും ഗൗരവമേറിയ ഒരു പ്രസ്താവനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാൻ, ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു. അമേരിക്കയുടെ തന്ത്രപരമായ ചില യുദ്ധ നീക്കങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലെല്ലാം ഇക്കാര്യം ചർച്ച ചെയ്തു എന്ന് കൃത്യമായ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്ക് ലഭ്യമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ നിലപാട് അവർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് അവരുടെ ട്വീറ്റ് വായിച്ചു നോക്കുമ്പോൾ ആ ട്വീറ്റിൽ അവർ പറയുന്നത്, വളരെ കൃത്യമായി പറയുന്നത്, 1945 ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണത്തിന് ശേഷം ഇത്തരത്തിലൊരു ആണവായുധം പ്രയോഗിച്ചിട്ടേയില്ല. അതൊരു വലിയ തെറ്റായ രീതിയാണ്, അത് മാനവരാശിക്കെതിരായ ഒരു കുറ്റകൃത്യമാണ് എന്ന രീതിയിലൊക്കെ അതിൻ്റെ ചില ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ അവർ നൽകുന്നു. മരണപ്പെട്ടവരുടെ എണ്ണം നൽകുന്നു, അതിൻ്റെ ആഘാതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിനെ എതിർക്കണമെന്നൊരു നിലപാടിലാണ് അവർ ഈ ട്വീറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സംബന്ധിച്ച് യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വസനീയമായ രേഖകളോ ലഭ്യമായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. മറ്റൊരു നിർണായക പ്രശ്നം എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ഈ തരത്തിൽ പരിശോധിക്കുമ്പോൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിച്ച് നമുക്കതിനെ പരിഗണനയിലെടുക്കാനോ വിശ്വാസത്തിലെടുക്കാനോ സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, മറ്റ് ചില വിഷയങ്ങളും നമുക്ക് അതോടുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ചില ആശങ്കകൾ ഉയരുന്നത്. അത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമ നിരീക്ഷണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതായത് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കും, ഹോർമൂസ് കൈയടക്കും, ഹോർമൂസ് പിടിച്ചെടുത്ത് തങ്ങളുടെ ടെറിട്ടറിയായി പ്രഖ്യാപിക്കും, അതുപോലെ തന്നെ തുടർച്ചയായ ആക്രമണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക അഭ്യാസം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ, ഇറാനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനെ എതിർത്ത് നിൽക്കുന്നു എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഒരു ആണവ ആക്രമണത്തിലേക്ക് നീങ്ങില്ല എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി പരിഗണിക്കാം. അതായത് വലിയൊരളവോളം അത്തരമൊരു നീക്കം നടത്താൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നതല്ല, മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക ഒറ്റപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരമല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു വസ്തുത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വലിയൊരു അളവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ പല സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ തീർത്തും തള്ളിക്കളയാനാവില്ല. അത്തരമൊരു ചർച്ച നടന്നിട്ടുണ്ടാകാം എന്ന സാധ്യതയിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയെ സംബന്ധിച്ചുള്ള ഒരു വസ്തുതയായി നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കുമെങ്കിലും അത്തരമൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തുലോം കുറവാണ്. മാത്രമല്ല, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഭാരതത്തിന് പോലും ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഒരു രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും ഒന്നും തന്നെ അത് അംഗീകരിക്കുകയോ ചെയ്യില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നടന്നു എന്നതിൻ്റെ ഒരു സൂചനയായി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ. ഒരു ആണവാക്രമണത്തിനുള്ള സാധ്യത നിലവിലുണ്ട് എന്ന് പരിഗണിക്കാവുന്ന മറ്റു തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു നിർണായക വിഷയം നേരത്തെ ഗൗതം സൂചിപ്പിച്ചത് തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ട്രംപുമായുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെക്കുകയും സ്വതന്ത്രയായി തുടരുകയും ചെയ്യുന്ന മുൻ കോൺഗ്രസ് അംഗമാണ് ഇവർ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മജൂരി ടൈലർ ഗ്രീൻ എന്ന മുൻ കോൺഗ്രസ് അംഗവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ നേതാവുമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യം അപ്പുറത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ആണവ യുദ്ധത്തിന് അമേരിക്ക വീണ്ടും തയ്യാറെടുക്കുന്നു. ഇറാനെതിരെ അത്തരമൊരു നീക്കത്തിന് അമേരിക്ക ശ്രമിച്ചേക്കും എന്നാണ് ഇപ്പോൾ ഈ ടൈലർ ഗ്രീൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഐസണാണ് വിശദാംശങ്ങൾ നൽകിയത്.